ഡേയ് കാക്കേ, ഇതെന്തൊരു നാട്! ഞാൻ വന്നിട്ട് എത്ര സമയമായെന്നറിയോ? ഇവിടത്തെ ഗ്രാമവാസികളൊക്കെ എവിടെ? ഇതേതോ ഓഞ്ഞ സിംഹമാണല്ലോ. എന്തോന്നടേ, നീ മൗനവ്രതത്തിലാണോ? അല്ല, ഞാൻ ചുമ്മാ നിന്നെ തെറ്റിദ്ധരിച്ചു. ഞാനൊരു പാവമാണ്. അത് മനസ്സിലായി. എന്റെ അഭിനയത്തിൽ അവൻ വീണു. ഇതാ പറയുന്നത്, സിംഹങ്ങളായാൽ കുറച്ച് മിമിക്രിയൊക്കെ അറിഞ്ഞിരിക്കണമെന്ന്. ഒരു പൊട്ടരെ പോലെ അഭിനയിച്ച് എല്ലാത്തിനെയും ശാപ്പിട്ട ശേഷമേ ഈ മല്ലൻ സിംഹം ഇവിടുന്ന് പോകൂ. എന്താണാവോ ചിന്തിക്കുന്നത്? ഏയ് ഒന്നുമില്ല. ശബ്ദം മാറിയല്ലോ. അയ്യോ, അത് പിന്നെ എനിക്ക് ഈ ടോൺസൺസിന്റെ ഒരു പ്രശ്നമുണ്ട്, അതാ. എന്തോ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഇവൻ തന്ത്രശാലിയായ സിംഹം തന്നെ. എന്തോ ചിന്തയിലാണല്ലോ. നിനക്ക് വിശക്കുന്നുണ്ടോ? വിശക്കുന്നുണ്ടോന്നോ? വിശന്ന് എന്റെ വയറ് പൊരിയുന്നുണ്ട്. എങ്കിലിവിടെ നിൽക്ക്, ഞാൻ വരാം. ലവനെ, സംശയം തോന്നിയിട്ടില്ലാന്ന് തോന്നുന്നു. മണ്ടൻ കാക്ക മാനിനെയും പോത്തിനെയും തിന്നു മടുത്തു. ഇനി വ്യത്യസ്തമായ പക്ഷി മൃഗാദികളുടെ രുചി അറിയണം. പക്ഷേ മാനിനെ പിടിക്കുന്നത് പോലെ എളുപ്പമല്ല ഇത്. അവിടെ ശക്തിയാണെങ്കിൽ ഇവിടെ ബുദ്ധിയാണ് ആവശ്യം. കുറെ ആയല്ലോ ഈ ഗ്രാമത്തിലേക്ക് വന്നിട്ട്. തനിക്ക് നാട് വല്ലാതങ്ങ് ഇഷ്ടമായെന്ന് തോന്നുന്നു. തിരിച്ചു പോകുന്നില്ലേ? എങ്ങോട്ട് പോകാൻ? ഇതാണെന്റെ നാട്. എത്ര ശാന്തസുന്ദരമാണ് ഈ ഗ്രാമം. ശാന്തസുന്ദരമോ? അപ്പോ നീ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇവിടെ ഒരു സിംഹം ഇറങ്ങിയിട്ടുണ്ട്. സിംഹമോ? ഇവന്മാർക്കൊന്നും വേറെ പണിയില്ലേ? അടങ്ങി ഒതുങ്ങി സ്വന്തം കാട്ടിൽ ജീവിച്ചാൽ പോരെ? നാണം കെട്ടവന്മാർ. അതെ അതെ, ഏതോ ഒരു ഉണക്കക്കാട്ടിൽ നിന്നും വന്ന് ഏതവന്റെയോ പൊത്തിലിരുന്നിട്ട് ഇത് സ്വന്തം നാടാണെന്ന് പറയുന്ന നീ തന്നെ ഇത് പറയണം. അത് ഞാനും ഒരു പക്ഷിയല്ലേ? അതുപോലെയാണോ അവൻ? തൽക്കാലം പൊത്തിൽ തന്നെ ഇരുന്നോ. അല്ല, നീ വിചാരിച്ചാൽ അവനെ നാടുകടത്താനാകില്ലേ? നിന്റെ പടകളെ ഇറക്കി അവനെ കുത്തി ഓടിക്ക്. നമുക്കാലോചിക്കാം. ആലോചന പെട്ടെന്നാകണം, അല്ലെങ്കിൽ പണി പാളും. അവനൊരു തന്ത്രശാലിയായ സിംഹമാണ്. ഒരു പാവത്തിനെ പോലെ അഭിനയിച്ച് നമ്മളെയൊക്കെ വരുതിയിലാക്കാനാണ് അവന്റെ ലക്ഷ്യം. ഒരൊറ്റ കൊത്തിനവന്റെ കഥ കഴിക്കും ഞാൻ. ഈ കേളനവനും മനസ്സിലായിട്ടില്ല. അതെ അതെ, നിന്റെ ധൈര്യം ഞാൻ നേരത്തെ കണ്ടതാണല്ലോ. ഡേയ്, വെറുതെ ചറപറാന്ന് സംസാരിക്കാതെ അവനെ തുരത്താൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറഞ്ഞുതാ. ഞാൻ ആലോചിച്ചിട്ട് പറ, എന്താണെന്ന് നോക്കാലോ. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കിട്ടുന്നില്ലടേ.